അങ്ങനെ നോമ്പും പെരുന്നാളും ഒക്കെ കഴിഞ്ഞ് വിരുന്നാർ വന്നോലൊക്കെ ഓല പെരയൊക്കെ നിന്ന് ജാത്താഹയാണ്. പെങ്ങന്മാരൊക്കെ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ താഴണ്ടത്ത് 2-3 പിലാവുണ്ട്. അപ്പോൾ അതിമേലൊരു പിലാവ് വന്ന് നമുക്ക് 2-3 ചക്ക വലിച്ചാട്ട് ഇന്ന് ചക്കമയം കടന്ന് കെട്ടിമറിയണം. അപ്പോൾ എല്ലാവരും കൂടി ഇന്ന് ചക്ക വലിച്ചാട്ട് ചക്കമയം കടന്ന് കൂത്തം മറണ വീഡിയോ ആണ് കേട്ടോ. അപ്പം നമുക്ക് നേരെ ചക്ക വലിച്ചാൻ വേണ്ടി പോയാലോ. അങ്ങനെ ഞങ്ങൾ ഏട്ടൻ്റെ പെരൻ്റെ അടുത്തുള്ളത് ആ തൊടുക്ക് പോയിട്ട് ചക്ക വലിച്ചാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ അവിടെ 2-3 തേങ്ങ ഉണ്ട്. അപ്പോൾ തേങ്ങ ഒക്കെ പുറക്കിയിട്ട് ഒരു കൂട്ടി ഒരു ചാക്കൊക്കെ എടുത്തിട്ടോ. പിന്നെ ഇളാപ്പൻ്റെ പിറകരെ പോയിട്ട് ആ തോട്ടിട്ടുണ്ടോന്നിട്ട് അടിയുള്ള 2 ചക്ക മുഖത്ത് നോക്കിയിട്ട് വലിച്ചിട്ടിട്ടോ. നോമ്പായതുകൊണ്ട് ഇതുവരെ ചക്ക അധികം വലിച്ചില്ലേന് കേട്ടോ. പിന്നെ പിലാമലാണ് നിറച്ച് മുളിയറുമ്പോൾ കൊണ്ടേ കയറാൻ വെച്ചിട്ടോ. ചക്ക വലിച്ചൽ കഴിഞ്ഞിട്ട് പിന്നെ എന്താ കവുങ്ങിലോട്ടുള്ള പാളെടുത്തട്ടിച്ചേക്ക് വെട്ടി മുറിച്ചുണ്ടാക്കിട്ടോ. പാളം കൊണ്ട് വെച്ചാട്ട് അതിൻ്റെ കരിയോള് മേത്തുത്താതാക്കാൻ വേണ്ടിയിട്ടോ ചക്കൻ്റെ. അവിടെ പിന്നെ ചക്ക അതിലിട്ടാട്ടോ ഓരോരുത്തരായിട്ട് അങ്ങുണ്ടോയെ. ചക്ക പെരയിലെത്തിയാട്ടോ ഒറ്റപ്പെട്ടിന് മുറിച്ചണം എന്നൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ആഗ്രഹം. പക്ഷേ അച്ചേക്കൊന്നും നടന്നില്ല കേട്ടോ. അതിമേ കിടന്ന് കുറേ കളിച്ചുത്തിർന്നിട്ടോ. ചക്കക്കും കത്തിക്കും ഒക്കെ ഒരു മാഞ്ഞാളം കൊഞ്ചലാട്ടോ. കൊടാലി ഉണ്ടെങ്കിൽ ഒറ്റ കൊത്തിന് വെട്ടി മുറിച്ച് തന്നെ ഇനി. പക്ഷേ ഇവിടെ ഇപ്പോൾ കൊടാലി കാണാനില്ല കേട്ടോ. ഞാൻ തിരഞ്ഞു നോക്കിയിട്ട് അതുകൊണ്ട് അതിനകത്തിരുത്ത് മുറിച്ചതാട്ടോ. പിന്നെ ഇതാണെങ്കിൽ ചെറിയ ചക്കയാണ്. കണ്ടാൽ നിങ്ങൾക്ക് തോന്നും മൂക്കാത്ത മാതിരി, പക്ഷേ നല്ലോണം മൂത്തതിനിട്ടത്. ഇത് ഇത്ര വലിപ്പന്നാണ്, ഒരു മുടച്ചക്കയാണ് കേട്ടോ. അങ്ങനെ ചക്ക മുറിച്ചൽ കഴിഞ്ഞാൽ ഞാൻ അവിടെ പലട്ട് കുത്തിർന്നിട്ടോ. അങ്ങോട്ട് പിന്നെ ഓരോരോ എത്താക്കി ഇങ്ങനെ എടുത്ത് അപ്പോത്തിന് പെങ്ങളും വന്നിട്ടോ. അതിൻ്റെ ഇടയിൽ മട്ടൊന്ന് കജ്ജിമേ പെരട്ടി കൊടുത്തിട്ടുണ്ടായിട്ടോ. വളഞ്ഞയും കട്ടമേത്താതൊക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചക്ക മുഴുവൻ എന്താ വെച്ചേക്ക് ഓരോ ചോളാക്കിയായിട്ട് എടുത്തിട്ടേന്ന്. അങ്ങോട്ട് നമ്മൾ കൂട്ടാൻ വെക്കാൻ പാകത്തിന് വെച്ചേക്ക് ബലങ്ങത്തിൽ ഇങ്ങനെ എരിഞ്ഞെടുത്തിട്ടോ. ചക്ക എരിയലൊക്കെ കഴിഞ്ഞാൽ ഒടുവിന് 2 കുരും മൈക്കിട്ട് കൊടുത്തിട്ട് വെച്ചേക്കാക്കിയിട്ട്. കുരു ഇട്ടില്ലെങ്കിൽ പിന്നെ ചക്ക നുളച്ചും പോലും. ഇച്ചേക്ക് എനിക്ക് കുറേ മക്കളുണ്ടായിട്ട് ഒരൊറ്റ മക്കൾ നിങ്ങൾ എൻ്റെ വയറ്റിലെ പറഞ്ഞല്ലോ പറഞ്ഞിട്ട്. അങ്ങനെ 2-3 പച്ചവെള്ളം മഞ്ഞപ്പൊടിയും ഇപ്പും പൊടിയും കുറച്ച് വെള്ളമാക്കിയായിട്ട് നമ്മൾ ആ തീമേ വെച്ചിട്ടോ ചക്ക. ഇപ്പുറത്തെ അടുപ്പത്ത് അപ്പോത്തിന് ചോറ് ഊറ്റിലല്ലോ ഒക്കെ തുടത്തിണ്ടായിട്ടോ. പിന്നെ കൊയക്കാറ്റാൻ വേണ്ടിയിട്ട് അകത്തുനിന്ന് ആരോ ഒരു വെള്ളം കെടുത്ത് തന്നപ്പോൾ അവൻ വാങ്ങി കുടിച്ചിട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മളെ ചക്ക ബന്ധണമെന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്നു നോക്കണം കേട്ടോ. തുറന്നു നോക്കി നല്ല ഇളക്കിയും കൊടുക്കണേ. ആ മഞ്ഞപ്പൊടി മല്ലിപ്പൊടിയൊക്കെ എല്ലായിടത്തും വന്ന് പൊടിച്ച് വരണം കേട്ടോ. അങ്ങനെ ചക്ക കുറച്ച് ബന്ധ് വന്നപ്പോൾ നമ്മളെ തേങ്ങൻ്റെ അരപ്പ് നമ്മളേക്ക് പാർന്നു കൊടുത്തിട്ടോ. ഈ അരപ്പൊക്കെ പെരുംജീരകവും വെളുത്തുള്ളിയും പിന്നെ കുറച്ച് ചീരുള്ളിയും തേങ്ങയിട്ട് നല്ല അരച്ചതാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് ഒരു താളം കണ്ട് തളച്ചപ്പോൾ കൂട്ടാൻ തീമെന്ന് മാറ്റി വെച്ചിട്ടോ. പിന്നെ ഉള്ളിയും കടകൂട്ടായിട്ട് നല്ലോണം മൂപ്പിച്ചുണ്ടാക്കി ചീഞ്ചട്ടി തീമ വെച്ചാട്ട് നമ്മൾ വെച്ചേക്ക് നല്ലോണം തൂമ്പിച്ചുണ്ടാക്കിട്ടോ. പിന്നെ നല്ലോണം ഇളക്കിയും കൊടുത്തിട്ടോ നമ്മൾ. പിന്നെ നേരെ പോയിട്ടോ ഇളാപ്പൻ്റെ ബായൻ്റെ ചോട്ടേക്ക് ഒരു ബായൻ്റെ ഇല വെട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് ബായൻ്റെ ഇല വെട്ടിയിട്ട് തയ്ച്ചേക്ക് ചക്ക കൂട്ടാൻ അതിക്ക് വിളമ്പി. ചക്ക കൂട്ടാനും മാങ്ങൻ്റെ അച്ചാറും ഉണ്ടായിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ മക്കളെ. ഇതിങ്ങനെ നല്ല ബ്ലംബ്ലി ആയി തിന്നാനേ നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും ആ ബായൻ്റെ ഇലയിൽ നിന്ന് എടുത്ത് തിന്നിട്ടോ. അതിൽ നല്ലോണം പരത്തി വെച്ചായിട്ട് ഞങ്ങൾ 5-6 ആൾക്കാർ ഇരുന്നാട്ടോ എന്ത് നിന്ന്. എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടോ. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഊറ്റുവായിന് കേട്ടോ. എല്ലാവരും പറഞ്ഞിട്ടോ നല്ല രസമുണ്ടെന്ന്. അപ്പം ഉണ്ടാക്കി താത്തക്ക് ഊറ്റായിട്ടോ. അങ്ങനെ ഒടുവിന് ബായൻ്റെ ഇല വരെ വെച്ചേക്ക് പഠിച്ച് തിന്നാലെടുത്തിട്ടോ. പിന്നെ ഒരു കട്ടൻ ചായം കുടിച്ച് നീച്ചു പോയിട്ടോ.